അതിജീവിതയെ ചൂഷണം ചെയ്തെന്ന പരാതിയിൽ പൊന്നാനി മുൻ സിഐ വിനോദ്, തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി, മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കും. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പൊന്നാനി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതിജീവിതയുടെ ഹർജി ഇന്ന് പരിഗണിക്കും. എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് പോലീസിനും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, സർക്കാരിനും പോലീസിനുമെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. എന്നാലും ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു, അല്ലേ? ഉറപ്പായും എഫ്ഐആർ ഇടാതെ പോലീസിന് മുന്നിൽ മറ്റൊരു വഴികളില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി 376 ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ്. അങ്ങനെ ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യത്തിൽ എഫ്ഐആർ ഇട്ടതിന് ശേഷം അന്വേഷണം എന്നുള്ളതാണ് നിയമം, അതാണ് ചട്ടം, അതാണ് പാലിക്കേണ്ടത്. പക്ഷേ മലപ്പുറം പോലീസിലെ ഒരു സിഐയും ഒരു ഡിവൈഎസ്പിയും ഒരു എസ്പിയും അവർക്കെതിരെ ഗുരുതരമായ ആരോപണം വന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ എഫ്ഐആർ വേണ്ടതില്ല എന്ന് പോലീസ് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊന്നാനി പീഡനക്കേസിൽ ഉണ്ടായത്. മാത്രമല്ല, ഈ അതിജീവിതയെ അപമാനിക്കുന്ന നിലയിലേക്കാണ് പലപ്പോഴും ആ ഉദ്യോഗസ്ഥർ നീങ്ങിയത്. മുൻ പൊന്നാനി സിഐ ആയ വിനോദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ സ്ത്രീ ഒരു മോശം സ്ത്രീയാണെന്നും ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണെന്നും ആളുകളെ പണം വാങ്ങുന്നതിന് വേണ്ടി പരാതിയിൽ കൊടുക്കുന്ന സ്ത്രീയാണെന്നും വരെ പറഞ്ഞു വെച്ചു. പക്ഷേ അങ്ങനെ ഒരു പരാതിയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണം കൊണ്ടുപോവുക എന്ന രീതിക്കുള്ള മുഖത്തേറ്റ അടിയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ നിലപാട്. എന്തുകൊണ്ട് സിഐ വിനോദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആർ എടുത്തില്ല എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 2022 ഈ സംഭവം നടന്നത്. സംഭവം നടന്നതിന് പിന്നാലെ വീട്ടിൽ വെച്ച് വിനോദ് ഉപദ്രവിച്ചു എന്ന് ആദ്യം പരാതി കൊടുത്തത് അന്ന് തിരൂർ ഡിവൈഎസ്പി ആയിരുന്ന വി ബെന്നിക്കായിരുന്നു. വി ബെന്നിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഈ മുൻ പൊന്നാനി സിഐ വിനോദ്. വി ബെന്നി ഈ കേസ് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് അട്ടിമറിച്ചു. ആരാണ് വി ബെന്നിക്ക് ഇതിന് അധികാരം കൊടുത്തതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു, പരാതി ഉന്നയിക്കുന്നു. അങ്ങനെ പരാതി വരുന്ന സമയത്ത് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അന്വേഷണം നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിലും പ്രാഥമിക അന്വേഷണം നടത്തി ആ കേസ് അട്ടിമറിച്ചു. ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത് അന്ന് കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഡിവൈഎസ്പി ബെന്നിയിൽ നിന്നും എസ് പി സുജിത് ദാസിൽ നിന്നും ഈ അതിജീവിതയ്ക്ക് മോശം അനുഭവം ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് 2 വർഷത്തിന് ശേഷമുള്ള പരാതിയായിട്ടല്ല കാണേണ്ടത്. 2022 ഈ അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി അട്ടിമറിക്കുകയാണ് പോലീസ് ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലാണെങ്കിൽ അതിജീവിതയെ സമൂഹ മധ്യത്തിൽ പരസ്യമാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തീർച്ചയായും ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കും സർക്കാരിനെതിരെയും മാത്രമല്ല വിമർശനമുണ്ടായത്. ആ സ്വകാര്യ അന്യായവുമായി പൊന്നാനി മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയപ്പോൾ പൊന്നാനി മജിസ്ട്രേറ്റും നിയമവിരുദ്ധമായി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ തൃശൂർ DIGക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇതിൽ അതിരൂക്ഷമായ വിമർശനമാണ് പൊന്നാനി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ഇന്നിപ്പോൾ പൊന്നാനി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ കേസ് വരികയാണ്. എന്താണ് തീരുമാനം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉറപ്പായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ രൂക്ഷ വിമർശനം പോലീസിനും സർക്കാരിനും ഒപ്പം പൊന്നാനി മജിസ്ട്രേറ്റിനും കിട്ടിയ അടി തന്നെയാണ്. ശ്രുതി തുളസി. ശരി, വ്യക്തമാണ്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകി.